സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ, സ്വാഗതം. നമസ്കാരം. സാറ്, ഇറാൻ അമേരിക്ക സംഘർഷത്തിനിടയിൽ റഫറി കളിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ മറ്റൊരു പ്രതിച്ഛായയുടെ നിർമ്മിതിയുടെ ശ്രമത്തിലാണ്. അവർ പഴയ തീവ്രവാദവും മറ്റുള്ള ഉടായ്പ പരിപാടികളൊക്കെ നിർത്തിവെച്ചിട്ട് സമാധാനത്തിൻ്റെ മാടപ്രാവാകാനായിട്ടുള്ള ശ്രമം നടക്കുന്നു. ഒരു പരിധിവരെ ലോകത്തിന് മുമ്പിൽ അങ്ങനെ ഒരു പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഇപ്പോൾ സമാധാന ചർച്ച വിജയകരമായി നടന്നു, ഒരു പ്രാഥമിക കരാറുണ്ടാക്കി. ഇതിനുശേഷം ഇറാൻ്റെ പ്രസിഡന്റ് നേരെ പോയിരിക്കുന്നത് പാകിസ്ഥാൻ സന്ദർശനത്തിനാണ്. നമ്മൾ പാകിസ്ഥാൻ്റെ ഈ പുതിയ ആ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ ആ ഒരു ഭാവമാറ്റത്തെ ഏത് രീതിയിലാണ് വിലയിരുത്തേണ്ടത്? അത് ഇതിനകത്ത് ഒരു ലോകം ബാധിച്ച ഒരു വിഷയമാണ് ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് പറയുന്നത്. അത് ലോകത്തെ മുഴുവൻ ബാധിക്കുകയും ചെയ്തു. അപ്പൊ അതിനകത്ത് ആദ്യം മീഡിയേറ്റേഴ്സ് ആയിട്ട് വന്നത് പാകിസ്ഥാനാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തർ തന്ത്രപരമായി പിൻവാങ്ങി നിൽക്കുകയായിരുന്നു. കാര്യം അവർക്ക് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരു രാജ്യം എന്ന കാരണത്താലും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഈ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി ക്യാമ്പുകളുള്ള പശ്ചാത്തലത്തിലും ഒരു പരിധിവരെ അവർക്ക് മുന്നിട്ടിറങ്ങാൻ പറ്റത്തില്ല. അവർ യുദ്ധത്തിന് മുൻപ് ഈ മധ്യസ്ഥം വഹിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ തിരഞ്ഞെടുക്കുന്നത്. പാകിസ്ഥാൻ തിരഞ്ഞെടുക്കുന്ന വെച്ചാൽ അതായത് മാധ്യസ്ഥേക്കാൾ ഉപരി പാകിസ്ഥാൻ വഹിച്ചിരുന്ന ഒരു പങ്കെന്ന് പറയുന്ന ഒരു പോസ്റ്റ്മാന്റെ പങ്കാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാന് ഇറാന്റെ പുറത്ത് സ്വാധീനം ചെലുത്താനോ അതല്ല അമേരിക്കയുടെ മേൽ സ്വാധീനം ചെലുത്താൻ ഒരു കാരണവശാലും കഴിഞ്ഞിട്ടില്ല. സാർ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിൽ ഖത്തറിന്റെ പിന്മാറ്റത്തെക്കുറിച്ച് സാറ് പറഞ്ഞു. അതിൽ ഇസ്രയേൽ ഹമാസ് ചർച്ചയ്ക്ക് വേദി ഒരുങ്ങിയിരുന്നത് ഖത്തറാണ്. പക്ഷെ അവിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണവും അതുമായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളും ആണോ വാസ്തവത്തിൽ ഖത്തറിനെ ഇതിൽ നിന്നും പിന്മാറ്റി നിർത്തിയത്? അതായത് ഖത്തറും അതോടൊപ്പം തന്നെ നെതന്യാഹുവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ടൊക്കെ വളരെയധികം ആക്ഷേപങ്ങൾ നേരത്തെ നിൽപ്പുണ്ട്. നെതന്യാഹു ഖത്തറിലേക്ക് രഹസ്യ സന്ദർശനം നടത്തിയത് സംബന്ധിച്ചിട്ടും അതേപോലെ തന്നെ ഇസ്രയേലിലെ ഷിൻബെറ്റ് അവരുടെ ആഭ്യന്തര ഇന്റലിജൻസ് സംവിധാനമാണ്. അത് കണ്ടെത്തിയത് ഈ ഇസ്രയേൽ ഖത്തറും തുടങ്ങിയിട്ടുള്ള രാജ്യമായിട്ട് നെതന്യാഹുവിനുള്ള ചില രഹസ്യ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഒക്കെ ഇങ്ങനെ രംഗത്ത് നിൽപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലൊന്നാണ്. കാരണം ഇറാന്റെ ശത്രുതാ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഖത്തറാണ്. അപ്പൊ ആദ്യം ജൂൺ കഴിഞ്ഞ വർഷം ഉണ്ടായ യുദ്ധത്തില് ഇറാൻ ഖത്തറിലേക്കാണ് മിസൈൽ അയച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരു അക്കാരണം കൊണ്ട് തന്നെ ഒരു പാർട്ടിയായിട്ട് ഖത്തർ മാറുന്നുണ്ട്. അതേ സമയത്ത് ഖത്തർ ഇതിനകത്ത് നിർണായകമായ പങ്ക് എപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അമേരിക്കയുമായിട്ടുള്ള ചർച്ചകളിൽ അമേരിക്കയ്ക്ക് സ്വീകാര്യമാകുന്ന പല വിഷയങ്ങളും മുമ്പോട്ട് വെച്ചിട്ടുള്ളതും ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദം എല്ലാം ഖത്തറിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ ഖത്തറാണ് ഇതിനകത്ത് ഒരു ക്രിയാത്മകമായ ഒരു മീഡിയേറ്റർ റോള് വഹിച്ചിരുന്നത്. പക്ഷെ പുറമേ നിൽക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JD വാൻസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്ന കാര്യങ്ങൾ ഇറാനെ ധരിപ്പിക്കുക, വല്ല കത്ത് കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് പോയി കൊടുക്കുക. അല്ലാതെ പാകിസ്ഥാൻ ഈ ഡീഎസ്കലേഷനിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള കരാറിനകത്ത് യാതൊരു നിർണായക പങ്കും വഹിച്ചിട്ടില്ല. മറിച്ച് ആശയവിനിമയങ്ങൾ തമ്മിൽ കൈമാറുന്നതിനുള്ള ഒരു ചാനൽ എന്ന നിലയിലും അതൊന്ന് ആദ്യത്തെ മീറ്റിംഗ് നടത്തിയത് ഇസ്ലാമാബാദിലാണ്. പിന്നെ ഇപ്പം പെഷസ്കിയാൻ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പം ഇറാനിയൻ പ്രസിഡന്റ് പെഷസ്കിയാൻ ഇപ്പൊ പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ സൂചിപ്പിക്കുന്ന അതിന്റെ ഒരു പെഷസ്കിയാൻ എത്താൻ കാരണം പാകിസ്ഥാന്റെ മീഡിയേഷൻ മികവ് കൊണ്ടോ മീഡിയേഷൻ പ്രാധാന്യം കൊണ്ടോ അല്ല. സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന ഇറാനും അമേരിക്കയും തമ്മിലുള്ള മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് പെഷസ്കിയാൻ ഇപ്പോ എത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഇനിയിപ്പോ 60 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ഇവരുടെ എല്ലാ വിഷയങ്ങളും ഒരു തീർപ്പാക്കിയിട്ട് ഒരു സന്ധിയിലേക്ക്, ഒരു കരാറിലേക്ക് വരിക. അപ്പൊ അതുകൊണ്ടാണ് പെഷസ്കിയാൻ ഇപ്പൊ അവിടെ ഇസ്ലാമാബാദിൽ എത്തിയിരിക്കുന്നത്.
അപ്പൊ സ്വാഭാവികത്ത് പിന്നെ ഈ യാഥാർത്ഥ്യം ഇങ്ങനെയാണെങ്കിൽ പോലും ഈ അമേരിക്ക ഇറാൻ യുദ്ധത്തിനിടയിൽ പാകിസ്ഥാനും ലോക ശ്രദ്ധയിലേക്ക് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ലോകസ്ഥിതിയിലെ ഒരു മീഡിയേറ്ററുടെ റോള് തന്നെയായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് പുതിയ ചില സംഗതികൾ ഇപ്പൊടുവിൽ ഇപ്പം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്ലോബൽ അറ്റൻഷൻ, ആ അറ്റൻഷൻ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള ഇടപെടലിന് വേണ്ടിയിട്ടാണ്. കാരണം പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് നിലനിൽക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നിലനിൽക്കാനായിട്ട് ഞങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്, കൃഷിക്ക് ജലമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നമ്മുടെ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് 1960 ഉണ്ടാക്കിയ ഇൻഡസ് വാലി വാട്ടർ കരാർ, നദീജല കരാറ് ഇന്ത്യ അപ്പൊ അത് മരവിപ്പിക്കൽ മാറ്റിയില്ലെങ്കിൽ ഇപ്പോ ഏറ്റവും ഒടുവിൽ ഈ അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഖവാജ ആസിം നടത്തിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അത് മിലിറ്ററി ആക്ഷനിലേക്ക് പോകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു ഇന്ത്യ ഗവൺമെന്റിനുള്ള ഒരു മുന്നറിയിപ്പാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഈ ഈ സിന്ധു നദീജല കരാറ് പുനരുജ്ജീവിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ കിട്ടുന്നതിനും ആ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇടപെടിയിക്കുന്നതിനും, അതല്ല എങ്കിൽ മറ്റൊരു യുദ്ധത്തിന്റെ കീഴിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും പോകുമെന്നും, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞത് അമേരിക്കയുടെ ഭാഗത്ത് പിന്തുണ, അതേപോലെ ഇറാന്റെ ഭാഗത്ത് ഖത്തർ, തുർക്കി എന്നിങ്ങനെ പല രാജ്യങ്ങളോട് സൗഹൃദ സമീപത്തിലാണ് എന്നുള്ള ധാരണ പാകിസ്ഥാനുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു അമേരിക്കയിലായിരുന്നു അത് ബോധപൂർവം ഇന്ത്യ മാറി ട്രംപിനെ പോലുള്ള ഒരു പ്രസിഡന്റ് ഒരു മധ്യസ്ഥ ചർച്ച ചെയ്യാൻ പറ്റില്ല. അസ്വാഭാവികമായിരുന്നു. കാരണം അത് ആഭ്യന്തരമായിട്ട് പ്രശ്നം ഉണ്ടാവും, അന്താരാഷ്ട്ര തലത്തിലും പ്രശ്നവും, ഇന്ത്യയുടെ നയത്തെ ദോഷകരം ബാധിക്കായിരുന്നു. അതുകൊണ്ട് കോസ്മെറ്റിക് ആയിട്ടുള്ള ചില പ്രസ്താവനകളിൽ അപ്പുറത്തേക്ക് ഇന്ത്യ ഇതിനകത്തേക്ക് കടന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ആഭ്യന്തര പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ ഏറ്റവും ഒടുവിൽ ഏറ്റവും മോശമായി നിൽക്കുന്നത് നമ്മളുടെ ഇപ്പം അഷുര യാത്ര, അതായത് മുഹറവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ POKയില് അവർക്ക് ലോക്കൗട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ പ്രധാനപ്പെട്ട എല്ലാ പ്രവിശ്യകളും, ഉദാഹരണത്തിന് റാവൽകോട്ട്, മുസറഫാബാദ് ഇവിടെ എല്ലാം ലോക്കൗട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മുഹറമായിട്ട് പോലും അശ്വര ജാഥ നടത്താൻ പോലും ഈ വരുന്ന 25-26 തീയതികളിൽ POKയിലുള്ളവർക്ക് അവകാശമില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജൂൺ ആദ്യം നടന്നിട്ടുള്ള ഈ ജനങ്ങളുടെ പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞിട്ടൊരു, ശരിക്കും പറഞ്ഞാൽ ഒരു ജനകീയ മുന്നേറ്റമാണ് നടത്തിയത്. ആ മുന്നേറ്റത്തില് പാകിസ്ഥാന്റെ മിലിറ്ററി ആക്ഷനെ തുടർന്ന് 24 പേര് മരിച്ചു. ഏതാണ്ട് 500-ലധികം ആൾക്കാരെ പാകിസ്ഥാൻ മിലിറ്ററി തടവിലാക്കി. അതിനുശേഷം നിരന്തരമായിട്ട് ഈ കുറെ പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ? ഒരു നായുടെ കുറെ പ്രശ്നം ഉണ്ടാവുന്നുണ്ടല്ലോ? കുഴപ്പമില്ല സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. അവിടെ അതിനുശേഷം നിരന്തരമായിട്ട് ഈ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി JAS-യുടെ നേതൃത്വത്തില് വൻ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അതാണ് അവർ നേരിടുന്ന പ്രശ്നം. അവിടെ ഈ ധാതു ലവണങ്ങളുടെ ഒരു വൻ കേന്ദ്രമാണ് ഈ POK എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഡാമുകൾ ഉള്ളത് അവിടെയാണ്. പക്ഷെ അവര് പാകിസ്ഥാനിലെ തന്നെ ഏറ്റവും കൂടുതൽ വൈദ്യുതി നിരക്ക് കൊടുക്കുന്ന ഒരു സമൂഹമാണ്. അതേപോലെ തന്നെ അവശ്യ സാധനങ്ങളില്ല. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മര്യാദയ്ക്ക് വിദ്യാഭ്യാസം നടത്താനുള്ള സംവിധാനങ്ങളില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ യാതൊന്നും തന്നെ ഇല്ല. അപ്പൊ ആ രീതിയിൽ വളരെ തകർന്ന തരിപ്പണമായി തങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള ഒരു അടിസ്ഥാന
കാലഘട്ടത്തിലാണ് POK അപ്രൈസിംഗ് ഉണ്ടായത്. അതിപ്പോഴും അവർ അടിച്ചമർത്തി ഇട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നടന്നിരിക്കുന്നത് നിലവിലുള്ള അവസ്ഥയും. അപ്പൊ അതിനെതിരെ ഇപ്പൊ ഇന്ത്യ പോലും വളരെ ശക്തമായിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവിടെ മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ് നടക്കുന്നത്, അന്താരാഷ്ട്ര സമൂഹങ്ങൾ ഇടപെടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം POK നടക്കും. പിന്നെ ഖൈബർ പഖ്തൂൺഖയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസവും അവിടെ ഒരു വൻ മിലിറ്ററി അറ്റാക്ക് ഉണ്ടായിട്ട് കുറെ പാകിസ്ഥാൻ ഈ തെഹ്രീക്കെ പാകിസ്ഥാൻ ഭടന്മാരെ കൊല്ലുകയുണ്ടായി. അതിതീവ്രമായ രീതിയിലാണ് അവിടെ ഈ TTPയും അവിടുത്തെ ഈ പാകിസ്ഥാൻ സേനയും തമ്മിൽ നടക്കുന്ന ആഭ്യന്തര കലാപം. അതേപോലെ ഇനി ഇവിടെ ബലൂചിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബലൂചിസ്ഥാനില് ഇന്നലെയാണ് ഇപ്പം ഇന്നലെയാണ് മെനഞ്ഞാന്നായിരുന്നു അവിടുത്തെ ഈ ഏറ്റവും വലിയ സ്വാധീന ശേഷിയായി മാറിയ ഈ ഡോക്ടർ മെഹ്റൂം ബലൂച്ചി എന്ന് പറയുന്ന ഒരു ഡോക്ടർ അവിടുത്തെ ഏറ്റവും വലിയൊരു വിമോചക നേതാവായിട്ട് ഒരു തീപ്പൊരി നേതാവും കൂടെയാണല്ലോ. അവിടെ അച്ഛനും വളരെ വലിയ നേതാവായിരുന്നു. അപ്പൊ അവിടെ ബലൂചിസ്ഥാനിലെ അവര് പ്രകടനം കഴിഞ്ഞ വർഷം 2024 തോന്നുന്നു ഒരു പ്രകടനം നടത്തി കൊറ്റയില് തലസ്ഥാനത്ത്. അതായത് ഈ ബലൂചിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചാല് ആൾക്കാർ അപ്രത്യക്ഷരാവുക. കാര്യം ഈ മിലിറ്ററി സേന പിടിച്ചോണ്ട് പോവുക. അപ്പൊ അങ്ങനെ അതിനെതിരെ പ്രതിഷേധം നടത്തുകയും അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിന്റെ പേരില് ഈ ഈ ഡോക്ടർ മെഹ്റൂം ബലൂച്ചിയെ അന്ന് അറസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്നാണ് അവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അപ്പോ ബലൂചിസ്ഥാനിലെ ശരിക്കും പറഞ്ഞാൽ ബലൂചിസ്ഥാന്റെ പല ഭാഗങ്ങളിലും കൊറ്റയിലെ കുറച്ച് സ്ഥലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് തലസ്ഥാന നഗരത്തിലെ കുറച്ച് പ്രദേശങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ മിലിറ്ററിക്ക് പോലും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ് അവിടെ ഈ BLA ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാസം തന്നെ ഒരു മിലിറ്ററി ഒരു ട്രക്കിന് നേരെ ഉണ്ടായ അപകടത്തിൽ എത്രയോ പേർ മരിക്കുകയുണ്ടായി. അപ്പൊ ഇതിങ്ങനെ അവിടെ നിരന്തരം ഒരു സംഭവമായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ബലൂചിസ്ഥാനിലേക്ക് ഇപ്പൊ അമേരിക്കയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, കാരണം അവിടുത്തെ ധാതു ലവണം ചെയ്യാനുള്ള സാധനം, ഇത് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു. കാരണം അത് ചൈനയുടെ താല്പര്യം ഈ ബലൂചിസ്ഥാനിലാണ്. ഇപ്പൊ കണ്ടഹാർ അല്ല, മറ്റേ ഗബാർ മറ്റേ ഫോർട്ട്, അതേപോലെ അവിടുത്തെ എയർപോർട്ട്, ഇതെല്ലാം വളരെ സജ്ജമാണ്. പക്ഷെ ഒരു നീക്കങ്ങൾ, ഒരു ബിസിനസ് പോലും, ഒരു ചരക്ക് നീക്കം പോലും ഈ എയർപോർട്ട് വഴിയോ അതല്ലെങ്കിൽ തുറമുഖം വഴിയോ നടക്കുന്നില്ല. ചൈനയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബലൂചിസ്ഥാനിലാണ്. അപ്പൊ ചൈനയിൽ നിന്നുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പം മരവിപ്പിച്ച് വെച്ചിരിക്കും. കാരണം അവിടെയുള്ള ചൈനീസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവഹാനി വന്നതിന്റെ പശ്ചാത്തലത്തിൽ. പിന്നെ ഈ പുതിയ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ അടുക്കുകയും ബലൂചിസ്ഥാനിലുള്ള നമ്മൾ ഓർക്കുന്നുണ്ടാവും, പ്രേംലാൽ ഓർക്കുന്നുണ്ടാവും, ഈ ഷഹബാസ് ഷെരീഫും നമ്മുടെ ആസിഫ് മുനീറും കൂടെ ഒരു പെട്ടിക്കകത്ത് കുറച്ച് മണലൊക്കെ കൊണ്ടുപോയി ട്രംപിനെ കാണിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് ബലൂചിസ്ഥാനിലെ സംഗതിയാണ്. അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ബലൂചിസ്ഥാൻ ഇപ്പൊ കലുഷിതമാണ്. അപ്പോ ബലൂചിസ്ഥാൻ ഏതാണ്ട് സ്വതന്ത്രമായ ഒരു അവസ്ഥയിലാണ്. ഇടക്കാലത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് ഇപ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം, നിരന്തരമായ ഭീകരാക്രമണങ്ങളൊക്കെ ഉള്ളപ്പോൾ, ആ രാജ്യത്തെക്കുറിച്ചൊരു മോശം പ്രതിച്ഛായ ഉള്ളപ്പോൾ അതിനെയൊക്കെ കവറപ്പ് ചെയ്യാനായിട്ട് ഈ മീഡിയേറ്റർ എന്ന പുതിയ പ്രതിച്ഛായ അവർക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു സംഗതി കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവിടെ വിജയം വരിച്ചിരിക്കുന്ന ഇന്ത്യ ആണെങ്കിൽ പോലും അതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുമായിട്ട് നിർണായക കരാറുകളിൽ ഏർപ്പെടുക വഴി പാകിസ്ഥാൻ്റെ സൈനിക മേധാവിക്കും പാകിസ്ഥാൻ പ്രസിഡന്റിനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വലിയ സ്വീകരണം ഒരുക്കുക വഴി ഇന്ത്യക്ക് നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപം നിലനിൽക്കുന്നു. തൊട്ടു പിന്നാലെ ഇറാൻ അമേരിക്ക സംഘർഷത്തിൻ്റെ മധ്യവർത്തിയാകാനായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സുവർണാവസരം ഇന്ത്യ പാഴാക്കി. ആ അവസരവും പാകിസ്ഥാൻ അടിച്ചുകൊണ്ടുപോയി. അവിടെയും ഇന്ത്യയുടെ നിലപാടിനെ വിമർശിക്കാൻ കുറേയധികം പേർ രംഗത്ത് വന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്? അല്ല, ഇന്ത്യക്ക് ഇതിനകത്ത് അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടങ്ങിയ മുതൽ ഞാൻ മോദിയെ പിടിച്ച് വരട്ടിയിട്ടാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്ന് ട്രംപ് പലകുറി ആവർത്തിച്ചു.
അതിനുശേഷം മോദിയും ട്രംപും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും മോശമായി. ഉം. കഴിഞ്ഞ ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ G7 മീറ്റിംഗിന് കാനഡയിലെത്തിയ മോദിയെ ട്രംപ് ക്ഷണിച്ചിട്ടും മോദി ആ ക്ഷണം സ്വീകരിക്കാതെ നേരെ മടങ്ങിപ്പോയിരുന്നു. ഇക്കുറി G7 പാരീസിലുള്ള സമ്മിറ്റിന് പങ്കെടുത്ത സമയത്ത് മോദിയെ സോപ്പിടുകയായിരുന്നു ട്രംപ്. കാരണം ആ റിലേഷൻഷിപ്പ് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മോഡിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയുകയും മോഡി ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആരെങ്കിലും ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടെ ഇന്ത്യയുടെ കൂടെ ഉണ്ടാവും. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ അമേരിക്ക കാണുന്ന ഇത് ത്രെട്ട് എന്നുള്ളത് ചൈനയാണ്. അപ്പൊ അത് ചൈനയുമായിട്ടുള്ള ത്രെട്ടില് ഇന്ത്യയെ വിട്ടൊരിക്കലും അമേരിക്കയ്ക്ക് നിൽക്കാൻ പറ്റില്ല നയതന്ത്രപരമായിട്ട്. അപ്പം അമേരിക്കയ്ക്ക് ആവശ്യമാണ് ഇന്ത്യ, മറിച്ച് പാകിസ്ഥാൻ ആവശ്യമാണ് അമേരിക്ക. ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇന്ത്യ അതുകൊണ്ടാണ് ഒരു ടഫ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പം പാരീസിൽ പോയിട്ട് പോലും അവിടുത്തെ മോഡിയുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ട്രംപിന്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എല്ലാം കാണിക്കുന്നത് ഇന്ത്യ അമേരിക്കയുടെ മേലൊരു ടഫ് സ്റ്റാൻഡ്, ഒരു ടഫ് പൊസിഷൻ എടുത്തിരിക്കുന്നതാണ്. അപ്പൊ അമേരിക്കൻ ഫോറിൻ പോളിസിയുടെ ഭാഗമാണ്. അമേരിക്ക വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത സംഗതിയാണ്. കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സംഗതിയാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം സുഗമമാക്കല്. ഒരുപാട് കരാറുകളും ഒക്കെ എന്റെ ഭാഗമായിട്ട് വാണിജ്യ കരാറുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ടാണ് ട്രംപ് ഈ G7 സമ്മിറ്റിലൊക്കെ വന്നപ്പോഴും ആ ഒരു സമീപനം എടുത്തത്. വായി തോന്നുന്ന അയാൾ പറയും, അത് വേറെ കാര്യം. അപ്പോ അതുകൊണ്ട് അമേരിക്കയുടെ ആവശ്യം, ഇപ്പൊ അമേരിക്കക്ക് പാകിസ്ഥാൻ ആവശ്യമായി വരുന്നത് ചില ബേസുകൾ വേണ്ടി വരുവാണ്. ഉദാഹരണത്തിന് ഇപ്പം ഈ പശ്ചിമേഷ്യൻ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടന്നു പോവുകയായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ആകുമായിരുന്നു അമേരിക്കയുടെ മറ്റൊരു ഏറ്റവും സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു മിലിറ്ററി ബേസ് എന്ന് പറയുന്നത്. അതിപ്പോ ആൾറെഡി അവരുടെ ഇപ്പോഴും ബലൂചിസ്ഥാനിലുള്ള എയർബേസ് അവരുടെ അമേരിക്കയുടെ കസ്റ്റഡിയിൽ തന്നെയാണ് നിയമപരമായിട്ട്. അത് ഓപ്പറേഷണൽ അല്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അമേരിക്കയ്ക്കാണ് പാകിസ്ഥാന്റെ ആവശ്യം, മറിച്ച് ഇന്ത്യ അമേരിക്കയുടെ ആവശ്യമാണ്. ശരി സാർ, എനിക്ക് മനസ്സിലായി. പാകിസ്ഥാന്റെ ആവശ്യം അമേരിക്കയും അമേരിക്കയുടെ ആവശ്യം ഇന്ത്യയും. ശരി, ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ അല്പം ഒന്ന് നാണം കെട്ടിട്ടാണെങ്കിൽ പോലും, ഇത്തിരി മുഷിപ്പുണ്ടായിട്ടാണെങ്കിൽ പോലും ഒരു മീഡിയേറ്ററുടെ റോള് പാകിസ്ഥാൻ വിജയകരമാക്കി പൂർത്തിയാക്കിയെന്ന് ഏകദേശം നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യുപകാരം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് സിന്ധു നദീജല കരാർ അടക്കമുള്ള വിഷയങ്ങൾ, കാശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരമായി ഉന്നയിക്കുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവിടെയൊക്കെ ഈ അമേരിക്ക പോലെയുള്ള വൻശക്തി രാജ്യങ്ങളുടെ നിലപാടിനെ സ്വാധീനിക്കാൻ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ ഒരു പരിപാടിക്ക് എത്രത്തോളം സാധിക്കും? ഇതിന്റെ ഒരു സ്വാധീനമൊന്നും അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിൽ കാര്യമായിട്ട് പാകിസ്ഥാനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല ഇതിന്റെ പേരിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും വലിയൊരു പോളിസി എന്ന് വെച്ചാൽ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതിന് ഇപ്പൊ അമേരിക്കയുടെ ആവശ്യം ഇത് സാധിച്ചു. കാരണം പാകിസ്ഥാന്റെ ഇപ്പൊ IMF ലോൺ റിലീസ് ചെയ്യുന്നു. അതിന് അമേരിക്കക്ക് പാകിസ്ഥാൻ അമേരിക്കയുടെ പിന്നെ സഹായം ആവശ്യമായിരുന്നു. ആ സമയത്ത് അമേരിക്കയ്ക്ക് പാകിസ്ഥാനും ആവശ്യമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക്കൽ റിലേഷൻഷിപ്പാണ് അമേരിക്ക പാകിസ്ഥാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു നയതന്ത്രത്തിനകത്തൊരു മീഡിയേറ്റർ റോൾ വിജയകരമായി നിർവഹിച്ചു എന്നുള്ളതിന്റെ പേരില് അത്തരത്തിലൊരു അന്താരാഷ്ട്ര പരിവേഷം പാകിസ്ഥാൻ ഉണ്ടോ എന്ന് സംശയമാണ്. തീർച്ചയായിട്ടും ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ ടെക്നിക്കലി പാകിസ്ഥാൻ മീഡിയേറ്റർ ആയിരുന്നു. മറിച്ച് ഇതിന്റെ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്നത് മുഴുവൻ ഖത്തറാണ് നിർവഹിച്ചത്. അതെല്ലാവർക്കും അറിയാൻ സംഗതിയാണ്. ഖത്തറിലാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എഴുതി തയ്യാറാക്കിയത് പോലും. മനസ്സിലായില്ലേ? അത് ആ ഖത്തർ എഴുതി തയ്യാറാക്കിയ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ട്രംപിന്റെ മേശപ്പുറത്ത് എത്തിയത്. നമ്മൾ ദീർഘനാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കുള്ള നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ വാർത്തകൾ വരുന്നത് ഖത്തർ പാകിസ്ഥാൻ നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഖത്തറാണ് അതിനകത്തൊരു മീഡിയേറ്റർ റോൾ വഹിച്ചത്. പാകിസ്ഥാൻ ആ മീഡിയേറ്റർ റോളിന്റെ മുമ്പിൽ നിന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ തന്നെയാണ് ഇപ്പോഴും മുമ്പിൽ വയ്ക്കുന്നത്. കാരണം അത് സ്ട്രാറ്റജിക്കലായിട്ട് അതേ പറ്റുകയുള്ളൂ ഖത്തറിനെ സംബന്ധിച്ചിട്ട്. കാര്യം ഖത്തറിനും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ഇതിനകത്ത് ഒരുപാട് മണി ഡീലിങ്സിന്റെ കാര്യം പറയുന്നുണ്ട്.
അതൊന്നും നമുക്കറിയില്ല. ബാക്ക്ഡോർ ഡിപ്ലോമസി എന്താണെന്ന് അറിയില്ല. ഖത്തറിന് അതെ. വൻതോതിൽ തുക ഇറാന് കൈമാറിയിട്ടുണ്ടോ, അല്ലെ കൈമാറാൻ പോകുന്നോ, ഇതൊന്നും നമുക്കറിയത്തില്ല. ഒരുപക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഖത്തറാണ് ഇതിനകത്തൊരു റിയൽ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിച്ചത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ടെക്നിക്കൽ മീഡിയേറ്റർ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അതിന്റെ പേരിൽ ഇന്നത്തെ ഒരു മാറിയ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ പാകിസ്ഥാനിൽ പ്രത്യേക ഏതെങ്കിലും ലിവറേജ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ശരി, നന്ദി സർ.